വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് അവോദ. അവോദയിൽ ഏത് കോഴ്സാണ് പഠിച്ചിരുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓൺലൈൻ ആയിരുന്നു ഓഫ്ലൈൻ ആയിരുന്നു കോഴ്സ്? ഓൺലൈൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ഓൺലൈൻ കോഴ്സിനെ കുറിച്ച്? കുഴപ്പമില്ലായിരുന്നു. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കായിരുന്നു. പ്ലേസ്ഡ് ആയിരുന്നു? കോഴ്സ് കഴിഞ്ഞ ഉടനെ എനിക്കൊരു പ്ലേസ്മെന്റ് കിട്ടി. അത് ഓൺലൈൻ ആയിരുന്നു. അത് ഫുള്ളി കംപ്ലീറ്റഡ് ആയില്ല. അതൊരു പകുതിയായപ്പോ 2 വീക്സ് 3 വീക്സ് ആയപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. കാനഡയിലുള്ള ഒരു കമ്പനി ആയിരുന്നു. സ്റ്റാർട്ടപ്പ് കമ്പനിയാണെന്ന് തോന്നുന്നു. കയറിയപ്പോ അവർക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു. അവരിറങ്ങിയപ്പോ വേറെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ആരുമില്ല. അവർക്ക് അവിടെ ഇരുന്ന ആൾക്കാർ തന്നെ ഞങ്ങളോട് നേരിട്ടായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോ ഞങ്ങക്ക് അധികം അറിയത്തുമില്ല. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ ഉള്ളു അത് പ്രഷറായി. അപ്പൊ വേറെ ഇന്റേൺഷിപ്പ് നോക്കുന്നുണ്ട്? പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് അപ്പൊ തന്നെ എനിക്ക് വേറെ റെഡിയാക്കി. ഓൺലൈൻ തന്നെയാണ്. നമ്മുടെ അവോദയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇന്റേൺഷിപ്സിന് പോയി നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേറെ ഇന്റേൺഷിപ്സോ വേറെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് അവോദിന്റെ ജാപ്പിലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പോയ ഇന്റേൺഷിപ്പിന് സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇന്റർവ്യൂ ചെയ്യാനുള്ള അവസരം നമുക്ക് അവിടെ ഉണ്ടാവും. നിങ്ങളിപ്പോ ഇവിടുത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 5 ഇയേഴ്സ് എന്ത് ചെയ്യാം അവോദിന്റെ ജാപ്പ് എന്ത് ചെയ്യാം ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു ഫ്രണ്ടിനോട് അല്ലെങ്കിൽ ആരുടെങ്കിലും അവോദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത്? ഓൺലൈനിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈൻ എടുക്കുക. ഓഫ്ലൈൻ അവൈലബിൾ ആണ്. എല്ലാ ദിവസവും നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ടാവും. എപ്പോഴാണെങ്കിലും ഡൗട്ട് ചോദിക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞു തരാൻ എപ്പോഴും ആളുണ്ടാവുന്നതാണ്. ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ട്. അത് ഇപ്പോൾ ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും ഒരെണ്ണം പോയാൽ അടുത്ത വന്ന് കിട്ടുമെന്ന് ഉറപ്പാണ്. നല്ലൊരു കരിയർ എന്ത് ചെയ്യുക സെക്യൂർ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.